അപ്പൊ നമുക്കിനി ഗൗരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോമോൾ എന്ന് പറയുന്ന ഗൗരിയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം. ബാലതാരമായിട്ടാണല്ലോ വന്നത്. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമ എന്ന് പറയുന്ന ഈ വലിയ ലോകത്തിലേക്ക് ഇങ്ങനെ എടുത്തിട്ടപ്പോൾ ആദ്യം ഭയമുണ്ടായിരുന്നു? ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതായത് ശരിയായിരിക്കും, കുഞ്ഞു പ്രായം നമുക്കറിയില്ലല്ലോ എന്താ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു MT സാറിന്റെ സ്ക്രിപ്റ്റ്, ഹരിഹരൻ സാർ ഡയറക്ഷൻ, അങ്ങനത്തെ വലിയൊരു കൂട്ടുകെട്ടിൽ മമ്മൂക്ക അഭിനയിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ വടക്കൻ വീരഗാഥയാണ് എന്നെ ആദ്യം പറഞ്ഞിരുന്ന മൂവിയെങ്കിൽ അത് മുൻപ് അനഘ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വടക്കൻ വീരഗാഥ ചെയ്തത്. പക്ഷെ അപ്പോഴും ഒന്നും അറിയില്ലല്ലോ എന്താണ്, എവിടേക്കാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് ചെല്ലുന്നു, കുറേ ആളുകളെ കാണുന്നു, കുറേ ആളുകൾ തലയിൽ മുകളിൽ ഇങ്ങനെയൊക്കെ കുടുംബയെല്ലാം കെട്ടിയിട്ട് കുറേ പേരുടെ കയ്യിൽ വാള് കാണുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ വേഷങ്ങളും ആണെങ്കിലും ഒരു പ്രത്യേകതയായിരുന്നല്ലോ യൂസ് ചെയ്യാത്തത് പോലത്തെയുള്ള. അത് എനിക്ക് ഇന്ന് എവിടെന്നെങ്കിലൊക്കെ പണ്ടത്തെ ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ അയച്ചു തരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹരിഹരൻ സാറിന്റെ മടിയിലുണ്ടാവും, ചിലപ്പോൾ അവരുടെ കൂടെ ഇരുന്ന്. ഇന്ന് ഞാൻ എങ്ങനെ അത്രയും ധൈര്യത്തോടു കൂടി അവരോട് സംസാരിച്ചു അല്ലെങ്കിൽ അവരോട് വർത്താനം പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റത്തില്ല. ഇന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ സിനിമയിൽ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ശൈശവ വിവാഹം എന്നൊക്കെ പറയുന്നത്. അതിന്റെയൊക്കെ സമയത്ത് ഇതെന്താണ്, എന്റെ വീട്ടിലെല്ലാരും പറയും ആ പടത്തിൽ എല്ലാവരും നാച്ചുറൽ ആയിരുന്നു, നീ മാത്രം അഭിനയിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം പഴമൊക്കെ വായിലിട്ടു ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള എക്സ്പ്രഷനും ഒക്കെ. ഇപ്പൊ ഇന്ന് കാണുമ്പം കല്യാണം ഒരു കുഴപ്പമില്ല. ഉണ്ണിയാർച്ച കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ വിനീതന് ഭയങ്കര പേടിയായിരുന്നു. കാരണം അങ്ങോട്ട് വിചാരിച്ചു ഞാൻ എങ്ങാനും തല കിട്ടിയ പിന്നെ ഇത് ജീവിതകാലം മുഴുവൻ ഞാൻ തല തൂങ്ങുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. റീസെന്റ് ആണ് ഞങ്ങൾ ഇതുപോലെ ഒരു ഷോയ്ക്ക്, ഇതിനു മുൻപ് ഒരു കെയർഫുൾ എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്തപ്പം അന്ന് ഒരു ഇതുപോലെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇരുന്നപ്പോഴാണ്, അന്നാണ് കുറെ കാലത്തിന് ശേഷം കണ്ടത്. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് നിന്നെ ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് ഭയങ്കര ടെററായിരുന്നു. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്തായിരുന്നു എന്നെ കുറിച്ച് ഉള്ള ഒരു ധാരണ എന്തായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടിയാൽ മാത്രമേ അഭിനയിക്കുള്ളൂ, എനിക്ക് റെമ്യൂണറേഷൻ പോലും വേണ്ട, പക്ഷെ എനിക്ക് ചോക്ലേറ്റ് കിട്ടണം എന്നാലും ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് ഡയറക്ടർ സാറിനോടൊക്കെ വാശി പിടിച്ച് ഇപ്പോഴും ചോക്ലേറ്റ് തന്ന അഭിനയിക്കാൻ വരുമോ? അങ്ങനെയല്ല, അത്യാവശ്യം നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലേ, ഇതൊന്നും അധികം ആൾക്കും അറിയാത്തതാണ്. ഇത് ആക്ച്വലി ചോക്ലേറ്റ് തന്നാൽ അഭിനയിക്കാൻ കൊച്ചുകുട്ടിയായപ്പോഴല്ല കേട്ടോ, അല്ലേ ജാനകിക്കുട്ടി ചെയ്യാൻ ഹരി ആ സമയത്തായപ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഹരിഹരൻ സാറിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു സെറ്റുമായിട്ടൊന്ന് ഫെമിലിയറൈസ്, എല്ലാ ആൾക്കാരുമായിട്ടൊന്ന് ഫെമിലിയറൈസ് ആവാനും സാറുമായിട്ട് പ്രത്യേകിച്ച്. കാരണം ഞാൻ പറഞ്ഞല്ലോ പഴയ ഞാൻ അല്ലായിരുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് വരത്തില്ല, സാർ എന്ന് പറഞ്ഞ് മാറി നിൽക്കത്തേ ഉള്ളൂ, വളരെ ഫോർമലായിരുന്നു. അപ്പോൾ സാറിന് തന്നെ മനസ്സിലായി എന്തോ ഒരു എവിടെയോ പിടിക്കുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സാറും ഞാനും തമ്മിലൊരു ധാരണയിലെത്തിയത്. ഇത്ര ടേക്കിനുള്ളിൽ അത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയാൽ ഡയറി മിൽക്ക് കിട്ടും, ഫസ്റ്റ് ടേക്കിൽ നീ ഓക്കെ ആക്കിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കണം. പിന്നെ അത് സീനിന്റെ ആ ഒരു ഡെപ്ത് അനുസരിച്ച് ആ ചോക്ലേറ്റിന്റെ നമ്പർ കൂടും. സാറല്ലോ പ്രൊഡ്യൂസറുടെ കാശ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അത് വേറെ ആർക്കും അറിയില്ല, ഞങ്ങൾ തമ്മിലൊരു സംസാരത്തിൽ വന്ന ഒരു ധാരണയിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഭയങ്കര ഫ്രീ ആക്കണം, ഞാൻ ചെയ്തതിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാതെ വന്നാൽ യു ക്യാൻ ടോക്ക് ടു മീ ഫ്രീലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു. 2-3 ദിവസമായി എന്തോ നെക്സ്റ്റ് ഡേ എനിക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല. ബൈ ദെൻ ഐ വാസ് വെരി ഫ്രീ വിത്ത് സാർ. അപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോൾ ചോക്ലേറ്റ് കിട്ടിയില്ല. അപ്പം ഞാൻ സാർ പറഞ്ഞു ഷോർട്ട് റെഡി. ഞാൻ പറഞ്ഞു എൻ്റെ ചോക്ലേറ്റ് ഇന്നലത്തെ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയിരുന്നു, ചോക്ലേറ്റ് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നമുക്ക് ഷോർട്ട്. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ തമ്മിലുള്ള ധാരണ ചോക്ലേറ്റ് വരട്ടെ, ചോക്ലേറ്റ് വന്നിട്ട് അഭിനയിക്കാം. ചോക്ലേറ്റ് വന്നു പോയി, ചോക്ലേറ്റ് കിട്ടി. പക്ഷെ അത് പുറമേക്ക് വന്നത് ഞാൻ ചോക്ലേറ്റ് കിട്ടാതെ ലൊക്കേഷനിൽ അതല്ല, ഇത് ഞങ്ങൾ തമ്മിലൊരു ധാരണയായിരുന്നു. അത് വെച്ചാൽ കിട്ടിയില്ല. അപ്പൊ ഹി ഓൾസോ അപ്രീഷിയേറ്റഡ് ദാറ്റ് ഓക്കെ ഫൈൻ യു സെഡ്. അങ്ങനെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം മലയാള സിനിമയിൽ ഒരു ചോക്ലേറ്റ് ബേബി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഹീറോയിൻ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അത് അന്നത്തെ ഒരു കോൺസെപ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വിട്ടു.